നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജൈവ വിവര സാങ്കേതിക വിദ്യ അഥവാ ബയോ ഇൻഫോർമാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സ്ഥിരം ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആ പോർഷൻ കവർ ചെയ്താൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. സോ എന്താണ് ജൈവ വിവര സാങ്കേതിക വിദ്യ? ജൈവശാസ്ത്രം അഥവാ ബയോളജി പ്ലസ് IT അഥവാ വിവര സാങ്കേതിക വിദ്യയാണ് ജൈവ വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് കുറച്ച് ബേസ് ആയിട്ടുള്ള ഒരു ഇൻട്രോഡക്ടറി പോർഷനിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു കുറച്ച് പോയിന്റുകൾ ഉണ്ട്. രണ്ട് പ്രധാന വ്യക്തികളെയാണ് നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഒന്ന് ഒക്കലെ ഡെഹോഫ് ആണ്, മാർഗരറ്റ് ഒക്കലെ ഡെഹോഫ് ആണ്. ഈ മാർഗരറ്റ് ഒക്കലെ ഡെഹോഫ് ആണ് ബയോ ഇൻഫോർമാറ്റിക്സിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ വ്യക്തിയാണ് പേർലിൻ ഹോഗ്വിഗ്. ഇദ്ദേഹമാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, സോ ഒന്നാമത്തെ വ്യക്തിയെ പരിചയപ്പെടാം, മാർഗരറ്റ് ഒക്കലെ ഡെഹോഫ്. ഇവരാണ് ബയോ ഇൻഫോർമാറ്റിക്സിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഇവരുടെ ഒരു ബുക്കാണ് അറ്റ്ലസ് ഓഫ് പ്രോട്ടീൻ സീക്വൻസ് ആൻഡ് സ്ട്രക്ചർ. അറ്റ്ലസ് ഓഫ് പ്രോട്ടീൻ സീക്വൻസ് ആൻഡ് സ്ട്രക്ചർ ഈ മാർഗരറ്റ് ഒക്കലെ ഡെഹോഫിന്റെ പുസ്തകമാണ്. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസുകളെയും സ്ട്രക്ചറുകളെയും ഒക്കെ കമ്പയർ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് അറ്റ്ലസ് ഓഫ് പ്രോട്ടീൻ സീക്വൻസ് ആൻഡ് സ്ട്രക്ചർ. ഇത് ഒക്കലെ ഡെഹോഫിന്റെ പുസ്തകമാണ്. ഇതാണ് പിന്നീട് PIR എന്ന് പറയുന്ന ഏറ്റവും പഴയ ഡേറ്റാബേസ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻഫോർമേഷൻ റിസോഴ്സിലേക്ക് മാറിയത്. പ്രോട്ടീൻ ഇൻഫോർമേഷൻ റിസോഴ്സ്, അത് ഒറ്റ അക്ഷര അമിനോ ആസിഡ് കോഡ്, സിംഗിൾ ലെറ്റർ അമിനോ ആസിഡ് കോഡ് അല്ലെ, ഇത് കൊണ്ടുവന്നത് ഈ ഒക്കലെ ഡെഹോഫ് ആണ്. ഈ 4 പോയിന്റുകൾ, മാതാവ് ആണ് ഒന്ന്, രണ്ടാമത്തത് അറ്റ്ലസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് സീക്വൻസ് ആൻഡ് സ്ട്രക്ചർ, ആൻഡ് നെക്സ്റ്റ് വൺ PIR അല്ലെ, അടുത്തത് ഒറ്റ അക്ഷര അമിനോ ആസിഡ്, സിംഗിൾ ലെറ്റർ അമിനോ ആസിഡ് റെപ്രസെന്റേഷൻ കോഡ് കൊണ്ടുവന്നത് ഇവരാണ്. ഓർത്ത് വെച്ചേക്കണം. ഇതാണ് പോളിൻ ഹോഗ്വെഗ്. ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോളിൻ ഹോഗ്വെഗ് ആണ്. അതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഓരോ ഏരിയ നമ്മൾ കവർ ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. സോ ഫസ്റ്റ് വൺ, മാർഗരറ്റ് ഒക്കലെ ഡെഹോഫ് ആരാണ്? ഇവിടെ ഉണ്ട് അല്ലെ. ഇൻഫോർമാറ്റിക്സ് എന്ന പദം ഉപയോഗിച്ചത് ഹോഗ്വെഗ് ആണ് അല്ലെ. അതിങ്ങനെ വരും ഇവിടെ. A2 വരണം. A2 വരുമ്പോ അവിടെ മാത്രമേ ഉള്ളൂ. സോ ആൻസർ നമുക്ക് ഇവിടെ എല്ലാം എലിമിനേറ്റ് ചെയ്യാം, ആൻസറിലേക്ക് എത്തി. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. എലിമിനേഷൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒരു മാച്ച് ദ ഫോളോവിങ്ങോ മൾട്ടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നാമത്തെ അറിയണം എന്നില്ല, ഏറ്റവും ലാസ്റ്റത്തെ ആയിരിക്കാം നിങ്ങൾക്ക് അറിയാവുന്നത്. അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവൂ. അതുകൊണ്ട് എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരെണ്ണം അറിയില്ല എന്ന് വിചാരിച്ച് വിട്ട് കളയരുത്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, പ്രോട്ടീൻ സീക്വൻസ് ആൻഡ് അറ്റ്ലസ് കറക്റ്റ് ആണ്. ആദ്യ പ്രോട്ടീൻ സീക്വൻസ് പുസ്തകമാണ് ഒക്കലെ ഡെഹോഫിന്റെ. PIR ആദ്യത്തെ ഡാറ്റാബേസ് ആണ്. കറക്റ്റ് ആയിട്ട് വരും, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഇപ്പൊ നമ്മളൊരു ഇൻട്രോഡക്ടറി പോർഷൻ കവർ ചെയ്തു. നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയേറ്റഡ് ഡാറ്റാബേസുകൾ. രണ്ട് ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ന്യൂക്ലിയേറ്റഡ് ഡാറ്റാബേസ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പ്രോട്ടീൻ ഡാറ്റാബേസ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. സോ 3 ജെൻബാങ്ക്, EMBL, DDBJ. ജെൻബാങ്ക് USA ആണ്, EMBL യൂറോപ്പ് ആണ്, DDBJ ജപ്പാൻ ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ, USA, യൂറോപ്പ്, ജപ്പാൻ. ജെൻബാങ്ക് അണ്ടർ NCBI. ജെൻബാങ്ക് അണ്ടർ NCBI അല്ലെ. NCBI is under or it is maintained by NIH, National Institute of Health. ക്ലിയർ ആണല്ലോ. ജെൻബാങ്ക് അണ്ടർ NCBI, ദാറ്റ് ഈസ് അണ്ടർ NIH. പഠിച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. EMBL യൂറോപ്യൻ എക്സ്പാൻഷൻ പഠിക്കണം. യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി, യൂറോപ്പ് ആണ്, യൂറോപ്യൻ ആണ് തുടക്കം. അപ്പൊ അത് അങ്ങനെ ഓർത്താൽ മതി. യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി മെയിൻറ്റൈൻഡ് ബൈ യൂറോപ്യൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ദെൻ DDBJ, DNA ഡാറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ. ഉറപ്പായിട്ടും ജപ്പാൻ ആണ്, ആൻഡ് ക്യൂറേറ്റഡ് ബൈ DNA ഡാറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ. ക്ലിയർ ആണല്ലോ. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ക്വസ്റ്റ്യൻ, ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് ഡാറ്റാബേസുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് തെരഞ്ഞെടുക്കുക. 1, 2, 3. 1, ജെൻബാങ്ക് എന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അല്ലെ USA NCBI പരിപാലിക്കുന്ന ന്യൂക്ലിയേറ്റഡ് ഡാറ്റാബേസ് ആണ്. ഉറപ്പായിട്ടും കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ജെൻബാങ്ക് അണ്ടർ NCBI, ദാറ്റ് ഈസ് അണ്ടർ NIH. കറക്റ്റ് ആണ്. സോ നമുക്ക് ഉറപ്പായിട്ടും ഇത് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് യൂറോപ്യൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ് EMBL. തെറ്റാണ്.
അല്ലെ? EMBL is not a protein sequence database, it is a nucleotide sequence database അല്ലെ? അപ്പൊ 2 തെറ്റാണ്. നമുക്ക് ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. സോ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ആൻസർ. നമുക്കിപ്പോ 3 വെരിഫൈ ചെയ്യണം. ജെൻബാങ്കുമായും EMBLുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ജപ്പാനിലെ DNA ഡാറ്റാ ബാങ്കാണ് DDBJ. യെസ്, there is a collaboration. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുകളിൽ പരിചയപ്പെടാം. ഒരു ഇന്റർനാഷണൽ കൊളാബറേഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവര് 3 പേരും തമ്മിലുള്ള ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. സോ 3 കറക്റ്റ് ആണ്. ആൻസർ എത്തിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ന്യൂക്ലിയോടൈഡ് ശ്രേണി ഡാറ്റാബേസ് സഹകരണത്തെ കുറിച്ച്, ഞാൻ ഇപ്പൊ പറഞ്ഞ കൊളാബറേഷൻ ആണത് അല്ലെ? ഇതിനെപ്പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഒന്ന്, ജെൻബാങ്ക്, EMBL, DDBJ എന്നിവ ഡേറ്റ സമന്വയിപ്പിക്കുന്ന ഒരു ത്രികക്ഷി സഹകരണത്തിന് രൂപം നൽകുന്നു. കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ദെൻ US-ലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഭാഗമായിട്ടുള്ള NCBI ആണ് ജെൻബാങ്കിനെ പരിപാലിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ബിയും കറക്റ്റ് ആണ്, എയും ബിയും കറക്റ്റ് ആണ്, 1ഉം 2ഉം കറക്റ്റ് ആണ്. അടുത്തത് EMBL മനുഷ്യ ജീനോമിക് ഡാറ്റ. ഇപ്പൊ എലിമിനേറ്റ് ചെയ്തോണേ. എയും ബിയും കറക്റ്റ് ആണ്, 1ഉം 2ഉം ശരിയാണ്. നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതും എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് EMBL മനുഷ്യ ജീനോമിക് ഡാറ്റ മാത്രമേ സംഭരിക്കുന്നുള്ളൂ. തെറ്റാണ് അല്ലെ? അവിടെ റാറ്റും മൈസും സൂക്ഷ്മജീവികളും എല്ലാം ഉണ്ട്. 3 തെറ്റാണ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏഴാണ്, 1ഉം 2ഉമാണ്. ക്ലിയർ അല്ലേ? അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് ജെൻബാങ്കിനെയും DDBJയും സംബന്ധിച്ച് എന്തൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഈ 3 വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ആള് ജെൻബാങ്ക് ആയിരുന്നു. കറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ജെൻബാങ്ക്. ജപ്പാനിലെ ഗവേഷകരിൽ നിന്നുള്ള ക്രമസമർപ്പണകൾ മാത്രമേ DDBJ സ്വീകരിക്കൂ. തെറ്റാണ്. DDBJയും വേൾഡ് വൈഡ് ആണ്, നോട്ട് ഓൺലി ഫ്രം ജപ്പാൻ. ജപ്പാൻ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് മാത്രം. സോ നമുക്ക് 2 വരുന്ന എല്ലാം എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ സി. ഇനി അടുത്തത് ജെൻബാങ്കും DDBJയും അവരുടെ ഡാറ്റ നോക്കിക്കേ, INSDC ഇന്റർനാഷണൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് കൊളാബറേഷൻ. ഇതാണ് ഇവര് 3 തമ്മിലുള്ള കൊളാബറേഷൻ കേട്ടോ. ഈ ഒരു കൊളാബറേഷൻ വഴി ഇവർ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണ്? INSDC ഇന്റർനാഷണൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് കൊളാബറേഷൻ. ക്ലിയർ ആണല്ലോ കേട്ടോ? ഇതാണ് ഞാൻ ക്വസ്റ്റ്യനിൽ പറയാന്ന് പറഞ്ഞ കാര്യം. സോ അവിടെ എന്താണ്, 1ഉം 3ഉം ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. ഓക്കെ, പ്രോട്ടീൻ. അപ്പൊ നമ്മളിപ്പോ ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസ് അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് കണ്ടത്. ഇതിനാണ് പ്രോട്ടീൻ ഡാറ്റാബേസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പ്രോട്ടീൻ ഡാറ്റാബേസുകൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഡാറ്റാബേസുകൾ നമുക്കറിയാം. അപ്പൊ അത് ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോവിങ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു പ്രോട്ടീൻ ഡാറ്റാബേസ് അല്ലാത്തത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഡാറ്റാബേസ് ആകുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പം ആദ്യം നമുക്ക് ആ പേര് പഠിക്കാം. സ്വിസ് പ്രോട്ട്, PIR, യൂണിപ്രോട്ട്, TREMBL, PDB. 5 എണ്ണം പഠിച്ചു വെക്കുക. സ്വിസ് പ്രോട്ട്, PIR, യൂണിപ്രോട്ട്, TREMBL ആൻഡ് PDB. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ എടുത്ത് അറിയേണ്ട 2 ആൾക്കാർ. ഒന്ന് PIR ആണ്. PIR എന്താണ്? ഏറ്റവും പഴയ പ്രോട്ടീൻ ഡാറ്റാബേസ് ആണ് PIR. നമ്മുടെ ഒക്കലൈ ഡെഹോഫിന്റെ പുസ്തകമാണ് പിന്നീടതായിട്ട് മാറിയത്. PDB ഒരു സ്ട്രക്ചറൽ ഡാറ്റാബേസ് ആണ്. അതായത് പ്രോട്ടീന്റെയും DNA RNA ഒക്കെ 3D സ്ട്രക്ചർ അല്ലേ, ഇതുള്ള ഡാറ്റാബേസ് ആണ് PDB. അപ്പൊ അത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഓരോന്നിലേക്ക് പോവാം. സ്വിസ് പ്രോട്ട് ഒരു പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ്. ഇത് മാനുവലി ക്യൂറേറ്റഡ് ആയിട്ടുള്ള, അനാവശ്യമില്ലാത്ത അല്ലെ, അതായത് നോൺ റിഡൻഡന്റ് ആയിട്ടുള്ള ഹൈ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് സ്വിസ് പ്രോട്ടിലുള്ളത്. ഓക്കെ, PIR എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പഴയതാണ്. ക്യൂറേറ്റ് ചെയ്ത പ്രവർത്തന വിവരങ്ങളാണ് അതിനകത്തുള്ളത്. ഫങ്ഷണൽ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ദെൻ യൂണിപ്രോട്ട്, യൂണിവേഴ്സൽ പ്രോട്ടീൻ റിസോഴ്സ് ആണ് യൂണിപ്രോട്ട്. ഇവിടെ സ്വിസ് പ്രോട്ടും TREMBL കൂടെ ചേർന്നതാണ് യൂണിപ്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, TREMBL എന്ന് കേൾക്കുമ്പോ നോർമലി ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. TREMBL ഒരു ഡാഷ് ഡാറ്റാബേസ് ആണ്. പ്രോട്ടീൻ ആണോ ന്യൂക്ലിയോടൈഡ് ആണോ? ഓഫ് കോഴ്സ് പ്രോട്ടീൻ ആണ്. EMBL എന്ന് കാണുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അല്ലെ? EMBL is a nucleotide database, but TREMBL means translated EMBL, that is a protein database കേട്ടോ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആണ്. അവലോകനം ചെയ്യാത്ത, ക്യൂറേറ്റ് ചെയ്യാത്ത എൻട്രികൾ ഉണ്ടാകാം. ഓക്കെ, അതാണ് PDB. അതൊരു പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് ആണ്. ഇവിടെ പ്രോട്ടീൻ, DNA, RNA മുതലായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ സ്ട്രക്ചർ അവിടെ ഉണ്ടാവും. ഓക്കെ, എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി വഴിയോ NMR വഴിയോ ഒക്കെ എലിസിലേറ്റ് ചെയ്ത സ്ട്രക്ചർ ആണ് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ സീക്വൻസ് കിട്ടും.
പക്ഷെ അവിടെ ഒരു സ്ട്രക്ചറൽ ഡാറ്റാബേസ് ആണ് മെയിൻലി പഠിച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം, ക്ലിയർ ആക്കണം. ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ ഈ പോർഷൻ നമുക്ക് ക്ലിയർ ആക്കണം. സോ പ്രോട്ടീൻ ഡാറ്റാബേസുകളെ പറ്റി ശരിയായിട്ടുള്ളത് ഏതാണ്? ഉയർന്ന കൃത്യതയ്ക്ക് പേര് കേട്ട മാനുവൽ ക്യൂറേറ്റഡ് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ് സ്വിസ്പ്രോട്ട്. ഉയർന്ന കൃത്യതയ്ക്ക് പേര് കേട്ട ഒരു മാനുവലി ക്യൂറേറ്റഡ് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ആണ് സ്വിസ്പ്രോട്ട്. എ ശരിയാണോ? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. PIR എന്നാൽ പ്രോട്ടീൻ ഇൻഫർമേഷൻ റിസോഴ്സ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഏറ്റവും പഴയ പ്രോട്ടീൻ ഡാറ്റാബേസുകളാണ്. എയും ബിയും കറക്റ്റ് ആണ്. 1ഉം 2ഉം കറക്റ്റ് ആണ് അല്ലെ? 1ഉം 2ഉം കറക്റ്റ് ആണ്. അപ്പൊ 2 വരാത്തോണ്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് പ്രോട്ടീൻ എക്സ്പ്രഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജീനുകളുടെ ന്യൂക്ലിയേറ്റഡ് സീക്വൻസുകൾ PDB സംഭരിക്കുന്നു. തെറ്റാണ് അല്ലെ? പ്രോട്ടീൻ എക്സ്പ്രഷനിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തെറ്റാണ്. 3 തെറ്റാണ്. സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ? ഡി എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ എ ആണ്. 1ഉം 2ഉം മാത്രം. PDB ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ മാത്രമല്ല, പ്രോട്ടീനുകളുടെ 3D സ്ട്രക്ചർ ആണ്. അത് തന്നെ ന്യൂക്ലിയോടൈഡ് എന്നാ ഇവിടെ പറഞ്ഞേക്കണേ. അതുകൊണ്ടും തെറ്റാണ്. അത് തന്നെയല്ല, എക്സ്പ്രഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഒരു സ്ട്രക്ചറൽ ഡാറ്റാബേസ് ആണ്. ഓക്കെ, അടുത്തത് പ്രോട്ടീൻ ഡാറ്റ ബാങ്ക് PDB. ഇതിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? പ്രോട്ടീൻ ന്യൂക്ലിക് ആസിഡുകൾ സങ്കീർണമായ അസംബ്ലികൾ അല്ലെ എന്നിവയുടെ, പ്രോട്ടീനുകള് ന്യൂക്ലിക് ആസിഡുകള് സങ്കീർണമായിട്ടുള്ള അസംബ്ലികൾ എന്നിവയുടെ 3D ഘടനാപരമായിട്ടുള്ള ഡാറ്റയാണ് PDB സംഭരിക്കുന്നത്. നമുക്ക് നോക്കാം. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി, NMR തുടങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ നിന്നാണ് PDB-യിലെ എൻട്രികൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. ബി കറക്റ്റ് ആണ്. 1 നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം അല്ലെ? പ്രോട്ടീന്, ന്യൂക്ലിയിക് ആസിഡുകൾ ഇവരുടെയൊക്കെ 3D സ്ട്രക്ചർ നമ്മൾ നേരെ പറഞ്ഞതാണ്. 1ഉം 2ഉം കറക്റ്റ് ആണ്. 1ഉം 2ഉം കറക്റ്റ് ആണ് അല്ലെ? അടുത്ത 3ലേക്ക് പോവാം. PDB യൂണിപ്രോട്ട് കൺസോർഷ്യത്തിന്റെ ഭാഗമാണ്. തെറ്റാണ്. യൂണിപ്രോട്ട് കൺസോർഷ്യത്തിന്റെ ഭാഗം TREMBL-ഉം അതുപോലെ സിസ്പ്രോട്ടും ആണ്. ഈ യൂണിപ്രോട്ടിന്റെ, അല്ലാതെ PDB അല്ല. സോ 3 തെറ്റാണ്. 3 തെറ്റാണ്. സോ ആൻസർ ഈസ് 1ഉം 2ഉം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1ഉം 2ഉം ആണ് PDB യൂണിപ്രോട്ടിന്റെ. അത് തന്നെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ന്യൂക്ലിയേറ്റഡ് ഡാറ്റാബേസ് കംപ്ലീറ്റ് ചെയ്തു, പ്രോട്ടീൻ കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് ഒരു ഇൻട്രോഡക്ടറി പോർഷനും കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോകണം. അടുത്തതാണ് സെർച്ച് എഞ്ചിനുകൾ. ഈ ഡാറ്റാബേസുകളിൽ തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെർച്ച് എഞ്ചിനുകൾ ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻട്രീസും SRS-ഉം ആണ്. എൻട്രീസ് ആൻഡ് SRS അല്ലെ? സീക്വൻസ് റിട്രൈവൽ സിസ്റ്റം ആണ് SRS എന്ന് പറയുന്നത്. എൻട്രീസ് എന്ന് പറയുന്നത് മെയിൻറ്റൈൻഡ് ബൈ NCBI ആണ്, USA. അപ്പൊ ഇവിടെ ന്യൂക്ലിയോടൈഡ്, പ്രോട്ടീൻ, ജീനോം ഒക്കെ തിരയാനുള്ള സെർച്ച് എഞ്ചിൻ ഇല്ലേ, അതാണ് എൻട്രീസ്. NCBI-ൽ നമ്മൾ തിരയുന്ന ആ ഒരു സ്ഥലം, അതാണ് എൻട്രീസ്. ദെൻ SRS എന്ന് പറയുന്നത് ആ സെർച്ച് എഞ്ചിൻ ആണ്, വേറെ ഒന്നുമില്ല. SRS സീക്വൻസ് റിട്രൈവൽ സിസ്റ്റം, അത് EBI-യുടെ, യൂറോപ്യൻ അല്ലെ ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ, ഇതിന്റെ സീക്വൻസ് റിട്രൈവൽ സിസ്റ്റം ആണ് SRS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചോദ്യം ചെയ്യാം. NCBI-ലെ ഒന്നിലധികം ബയോ ഇൻഫോർമാറ്റിക്സ് ഡാറ്റാബേസുകൾ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ് എൻട്രീസ്. വളരെ ശരിയാണ്. 1 കറക്റ്റ് ആണ്. യൂറോപ്യൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത SRA, അതും കറക്റ്റ് അല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്തതല്ലേ ഉള്ളൂ. ജെൻബാങ്കിൽ ജീൻ സീക്വൻസുകൾ സമർപ്പിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് സബ്മിഷൻ സിസ്റ്റം ആയിട്ടുള്ള ബാങ്കിറ്റ് ഒക്കെ ഉപയോഗിക്കാം. അതല്ലാണ്ട് നമുക്ക് എൻട്രീസ് ഉപയോഗിക്കാൻ പറ്റില്ല. എൻട്രീസ് ഒരു സീക്വൻസ് റിട്രൈവൽ, എടുക്കാനുള്ളതാണ്, കൊടുക്കാനുള്ളതല്ല. കൊടുക്കാനുള്ളത് ബാങ്കിറ്റ് പോലെയുള്ള വേറെ സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ 3 തെറ്റാണ്. 3 തെറ്റാണ്. ഓക്കെ, ആൻസർ 1ഉം 2ഉം മാത്രമാണ്. ഓക്കെ, അടുത്തത് ക്ലിയർ ആണല്ലോ? അടുത്തത് ബയോ ഇൻഫോർമാറ്റിക്സിലെ സീക്വൻസ് അലൈൻമെന്റ് ടൂളുകൾ. അത് നിങ്ങളെ ക്ലസ്റ്റർ W എന്നൊക്കെ കണ്ടാൽ അപ്പോഴേ, ക്ലസ്റ്റർ എന്നുള്ള പേര് കണ്ട അപ്പോഴേ ഓർത്തോണം, ദാറ്റ് ഇസ് എ സീക്വൻസ് അലൈൻമെന്റ് ടൂളാണ്. അപ്പൊ ഇവിടെ സീക്വൻസിനെ നമുക്ക് അലൈൻ ചെയ്യണം. അതായത് ഇപ്പോ 2 സീക്വൻസുകൾ എടുക്കുന്നു. ഈ 2 സീക്വൻസുകളെ നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ അടുക്കി വെക്കണം. എന്നിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും അല്ലെ? സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ABCD അല്ലെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീക്വൻസ്. ഇത് സീക്വൻസ് സപ്പോസ് നമുക്ക് BCD മുതലേ ഉള്ളൂ. ഇതിനെ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? എയും ബിയും അല്ലെ, ബിയും സിയും ഡിയും തമ്മിൽ ഇറ്റ് ഇസ് നോട്ട് കമ്പയറബിൾ. കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ABCD എന്നുള്ളതും
ABCD എന്നുള്ളതും ഒരുമിച്ച് വെക്കണം, ഇങ്ങനെ ആക്കണം. അപ്പോഴേ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റൂ. നമുക്ക് കിട്ടിയിട്ടില്ല, ഇല്ല, കണ്ടോ? അപ്പൊ BBCCDD നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സീക്വൻസിനെ കമ്പയർ ചെയ്യാൻ പറ്റൂ, അല്ലെ? അല്ലാണ്ട് നമ്മൾ C ആയിട്ടും നമ്മൾ D ആയിട്ടും കമ്പയർ ചെയ്താൽ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇത് DNA കേസിലാണ്. ABCD എളുപ്പം മനസ്സിലാവാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ നമ്മൾ ആദ്യം ഇവരെ അലൈൻ ചെയ്യണം. ഇങ്ങനെ അലൈൻ ചെയ്യണം. ABCD ഒരു സീക്വൻസ്, അടുത്തത് BCDയോ അല്ലെങ്കിൽ CD, ഇങ്ങനെ അലൈൻ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സീക്വൻസ് അലൈൻമെന്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ അലൈൻ ചെയ്താലേ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള റീജിയൻ കണ്ടെത്താനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. ഹോമോലോഗസ് ആയിട്ടുള്ള സീക്വൻസ് കണ്ടെത്താനും ഫംഗ്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാനും. നമ്മൾ പറഞ്ഞു ഹോമോലോഗസ് ആയിട്ടുള്ള സീക്വൻസ് ആണെങ്കിൽ അതിന്റെ അതേ ഫംഗ്ഷൻ ആയിരിക്കും അടുത്ത ആൾക്കും ഉണ്ടാവുക. അപ്പൊ അത് പറയണമെങ്കിൽ നമുക്ക് അലൈൻ ചെയ്യണം, അല്ലെ? എവല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അലൈൻ ചെയ്യണം. അപ്പൊ ഇതിന് ഉപയോഗിക്കണം, അല്ലെ? ഇതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ക്ലസ്റ്റൽ ടൂളുകൾ എന്ന് പറയുന്നത്, കേട്ടോ. ക്ലസ്റ്റൽ ടൂളുകൾ എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ടൂളുകളെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഈ ക്ലസ്റ്റൽ എന്ന് നോക്കിയാൽ മതി. ക്ലസ്റ്റൽ ആയിരിക്കും ചോദിക്കുക, ക്ലസ്റ്റൽ W എന്നോ ക്ലസ്റ്റൽ X എന്നോ ഒക്കെ ചോദിക്കാം. അപ്പൊ ഇത് സീക്വൻസ് അലൈൻമെന്റ് ടൂളുകളാണ്. സീക്വൻസിനെ വിന്യസിക്കാൻ, ഞാൻ നേരത്തെ കാണിച്ചു ABCD വിന്യസിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളുകളാണ് ക്ലസ്റ്റൽ എന്ന് പറയുന്നത്, കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വെബ് ബേസ്ഡ് ആണോ അത്രയൊന്നും പോകണമെന്നില്ല, ഞാൻ കൊടുത്തു എന്ന് മാത്രം. ഇതാണ് അറിയേണ്ടത്. ടൂൾ ആണ് ക്ലസ്റ്റൽ W. അതിന്റെ പരിപാടിയാണ് നമ്മൾ കാണിച്ചു തന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഒരു ഡൗട്ട് വരാം, അല്ലെ? ഈ സീക്വൻസ് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ കുറെ സീക്വൻസുകളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ സീക്വൻസ് അലൈൻമെന്റ് സിമിലാരിറ്റി സെർച്ചുകളുണ്ട്. ഉദാഹരണം നമ്മുടെ ബ്ലാസ്റ്റ് പോലെയുള്ളത്. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്, കേട്ടോ. ഒന്ന്, നമ്മൾ സീക്വൻസിനെ അലൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്ലസ്റ്റൽ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. അത് ശ്രേണി വിന്യാസം അഥവാ സീക്വൻസ് അലൈൻമെന്റ് ആണ്. ഇനി ഇത് രണ്ടും സീക്വൻസ് അലൈൻമെന്റ് സെർച്ച് ടൂൾസ് ആണ്. എന്ന് വെച്ചാല് ഇവരും സെയിം പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്. ഓക്കെ, ABCD, എളുപ്പത്തിന് ABCD തന്നെ യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്വയറി സീക്വൻസ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡാറ്റാബേസ് ഉണ്ടാക്കി വെച്ചില്ലേ, നമ്മുടെ NCBI ഡാറ്റാബേസ്, അല്ലെ? അതിനകത്ത് കുറെ സീക്വൻസ് ഉണ്ട്. സ്റ്റാർട്ട് വിത്ത് ABCD, കണ്ടോ? അപ്പൊ ഇവര് നമ്മൾ കൊടുത്ത സീക്വൻസ് നമ്മൾ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്യുന്നത്. ഗൂഗിൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ആ ക്വയറി സിമിലർ ആയിട്ടുള്ള ആരെങ്കിലും പിടിച്ചോണ്ട് വരും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ABCD നമ്മൾ കൊടുത്ത് ABCD സിമിലർ സീക്വൻസ് ഉള്ള ഒരു സീക്വൻസിനെ എടുത്തു കൊണ്ടുവരും ബ്ലാസ്റ്റ്. അവിടെയും ഇങ്ങനെ അലൈൻ ചെയ്ത് നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബേസിക് ലോക്കൽ അലൈൻമെന്റ് സെർച്ച് ടൂൾ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സീക്വൻസ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് രണ്ട് സീക്വൻസുകളെ താരതമ്യം ചെയ്യുന്നതിനെ സീക്വൻസ് അലൈൻമെന്റ് എന്നും, നമുക്ക് ഒരു സീക്വൻസിനെ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, അതാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയും അവർ ചെയ്തു നോക്കുന്ന അലൈൻ ചെയ്തിട്ടാണ് നമുക്ക് ആ സീക്വൻസ് കൊണ്ടു തരുന്നത്. വ്യത്യാസം മനസ്സിലാക്കണം. ഇത് മലയാളീകരിക്കുമ്പോൾ നമുക്കൊരു സിമിലാരിറ്റി തോന്നാൻ സാധ്യതയുണ്ട്, കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആ എക്സ്പാൻഷൻ പഠിക്കണം. ബേസിക് ലോക്കൽ അലൈൻമെന്റ് സെർച്ച് ടൂള്. ഓക്കെ, അതുപോലത്തെ ഒന്നാണ് ഫാസ്റ്റ. നിങ്ങൾക്ക് രണ്ട് ഫാസ്റ്റ ഉണ്ട്. ഒന്ന് ഈ ഫാസ്റ്റ, അതായത് സിമിലാരിറ്റി സെർച്ച് ടൂൾ ആയിട്ടുള്ള ഫാസ്റ്റ, സെയിം പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ സ്ലോ ആണെന്ന് മാത്രം, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ് ഫാസ്റ്റ. അതുകൂടാതെ ഫാസ്റ്റ ഫോർമാറ്റ് ഉണ്ട്. ഫാസ്റ്റ ഫോർമാറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, പിന്നെ ഒരു ഹെഡർ ഉണ്ടാവും, ദെൻ സീക്വൻസ്. ഇതാണ് ഫാസ്റ്റ ഫയൽ ഫോർമാറ്റ്. ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിമിലാരിറ്റി സെർച്ച് ടൂൾ ആണ്, ബ്ലാസ്റ്റ് പോലത്തെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഒന്നിലധികം ശ്രേണി വിന്യാസത്തിന് ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ്, അല്ലെ? ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുമ്പോൾ അവിടെ ഉപകരണം ഒന്നുമല്ല, അവിടെ ടൂൾ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ടൂൾ ഏതാണ്? ബ്ലാസ്റ്റ് അല്ല. ഇതാ പറഞ്ഞ ഇവിടെ ശ്രേണി വിന്യാസം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ സീക്വൻസ് അലൈൻമെന്റ് ആണ് ശ്രേണി വിന്യാസം എന്ന് ഉദ്ദേശിക്കുന്നത്. അതേതാണ്? ഫാസ്റ്റ അല്ല, ബ്ലാസ്റ്റ് അല്ല, ക്ലസ്റ്റൽ ആണ്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സീക്വൻസ് അലൈൻമെന്റ് ടൂളുകളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു ഡാറ്റാബേസിലെ സീക്വൻസുകളുമായി ഒരു ക്വയറി സീക്വൻസിനെ താരതമ്യം ചെയ്യുന്ന ലോക്കൽ അലൈൻമെന്റ് ടൂൾ ആണ് ബ്ലാസ്റ്റ്. കറക്റ്റ് ആണ്, അല്ലെ? കറക്റ്റ് ആണ്.
ഫാസ്റ്റ് ബ്ലാസ്റ്റിനേക്കാൾ കൂടുതൽ കൃത്യമായ അലൈൻമെന്റുകൾ തരുന്നു, പക്ഷെ വേഗത കുറവാണ്. അതും ശരിയാണ്. എയും ബിയും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ClusterLex ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉപയോഗിച്ച് പെയർ വൈസ് അലൈൻമെന്റ് നടത്തുന്നു. ClusterLex അല്ലെ? അത് അത്രയും നോക്കി. ഇത് കുറച്ച് ഗ്രേഡ് കൂടിയ ഒരു ചോദ്യമാണ്. ഞാൻ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് തന്നു മാത്രം. ഇത്രയും ചോദിക്കാനുള്ള സാധ്യത ഇല്ല കേട്ടോ നമ്മുടെ. ഇവിടെ എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞേക്കാം. 3 തെറ്റാണ്. ClusterLex ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് അല്ല, അത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓപ്പൺ, ക്ലോസ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രാഫിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ വിൻഡോസ്, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ആവുന്നു, അതാണ് ഗ്രാഫിക്കൽ. അപ്പൊ ClusterLex ഒരു ഗ്രാഫിക്കൽ ആണ്, കമാൻഡ് ലൈൻ അല്ല. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ മതി. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്, നോട്ട് കമാൻഡ് ലൈൻ. ഇത്രയും ചോദിക്കാൻ സാധ്യതയില്ലെന്ന് കടത്തി പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ബ്ലാസ്റ്റിന്റെ ടൈപ്പും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ബ്ലാസ്റ്റിന്റെ ടൈപ്പ് ആണ്, പല ടൈപ്പ് ബ്ലാസ്റ്റ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ബ്ലാസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ക്വയറി സീക്വൻസ് ഉണ്ട്, ഇത് ഡാറ്റാബേസിൽ സിമിലർ ആയിട്ടുള്ള സീക്വൻസിനെ സെർച്ച് ചെയ്തുകൊണ്ട് വരുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നമുക്ക് അന്വേഷിക്കേണ്ട സീക്വൻസ് പ്രോട്ടീൻ ആണ്. നമ്മൾ യൂണിപ്രോട്ടോ, സ്വിസ് പ്രോട്ടോ പോലെയുള്ള പ്രോട്ടീൻ ഡാറ്റാബേസും ആണ് നമ്മൾ അവിടെയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ, സോ നമ്മുടെ കയ്യിൽ പ്രോട്ടീൻ, നമ്മൾ സെർച്ച് ചെയ്യുന്നത് പ്രോട്ടീൻ. സോ പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ. ഇതാണ് ബ്ലാസ്റ്റ് പി. നമ്മുടെ കയ്യിൽ പ്രോട്ടീൻ വിത്ത് പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് ഈസ് ബ്ലാസ്റ്റ് പി. നമ്മുടെ കയ്യിലുള്ളത് ന്യൂക്ലിയോടൈഡ് ആണ്. ആൻഡ് നമ്മൾ NCBI പോലെയുള്ള ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസും ആണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ബ്ലാസ്റ്റ് എൻ. ബ്ലാസ്റ്റ് എൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ കയ്യിൽ ന്യൂക്ലിയോടൈഡ് ആണ്, നമ്മളത് യൂണിപ്രോട്ടുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ N×P ആണെങ്കിൽ അത് ബ്ലാസ്റ്റ് എക്സിന്റെ ഒരു ഉദാഹരണമാണ്. അടുത്തത്, നമ്മുടെ കയ്യിൽ പ്രോട്ടീൻ ആണ്, നമ്മളത് ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതും ബ്ലാസ്റ്റ് എക്സ് ആണ്. കണ്ടോ, നമ്മുടെ കയ്യിലുള്ള ക്വയറി ന്യൂക്ലിയോടൈഡ് ആണ്, നമ്മളത് പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്യാം. കണ്ടോ, അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാം, വൈസ് വേഴ്സ. ഇതാണ് ബ്ലാസ്റ്റ് എക്സ്. അടുത്തതാണ് ടി. ഈ 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാസ്റ്റ് പി, ബ്ലാസ്റ്റ് എൻ, ബ്ലാസ്റ്റ് എക്സ് പഠിച്ചേക്കണം. ടി ബ്ലാസ്റ്റ് എൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിലൊരു പ്രോട്ടീൻ ഉണ്ട്, നമ്മുടെ കയ്യിലൊരു പ്രോട്ടീൻ ഉണ്ട്. അതാണ് പ്രോട്ടീൻ ക്വയറി. ഫസ്റ്റ് ടി ആണ്, ട്രാൻസ്ലേറ്റഡ് പ്രോട്ടീൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ബ്ലാസ്റ്റ് എക്സ് ആയി. ഇനി എന്താ പ്രത്യേകത? ഡൈനാമിക്കലി ഓൾ റീഡിംഗ് ഫ്രെയിം, എല്ലാ റീഡിംഗ് ഫ്രെയിമും കമ്പയർ ചെയ്ത് നോക്കും. ഇതാണ് ടി ബ്ലാസ്റ്റ്. മനസ്സിലായല്ലോ? ആ ഡാറ്റാബേസിലെ എല്ലാ റീഡിംഗ് ഫ്രെയിമും നോക്കും. ഒരു റീഡിംഗ്, നമുക്കറിയാം ഫ്രെയിം ഷിഫ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാ. എല്ലാ റീഡിംഗ് ഫ്രെയിമും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നതാണ് ടി ബ്ലാസ്റ്റ്. ടി ബ്ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാല് നോക്കിക്കേ, ഓൾ 6 ഫ്രെയിം ട്രാൻസ്ലേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് ക്വയറി സീക്വൻസ്. നമ്മുടെ ന്യൂക്ലിയോടൈഡിന്റെ 6 ഫ്രെയിമുകളും അതിന്റെ 6 ഫ്രെയിമുള്ള ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അത്രയും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ അവസാനത്തെ 2 നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യത്തെ 3 പഠിച്ചേക്കണം. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാവുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ആ ബയോ ഇൻഫോർമാറ്റിക്സിലെ ക്ലീശ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണ് നമ്മളിപ്പോ കണ്ടത്. ഏതൊക്കെയാണ് കണ്ടത്? ഇൻട്രോഡക്ടറി പോർഷൻ. ഇൻട്രോഡക്ടറി പോർഷൻ. അടുത്ത് എന്തൊക്കെയാണ്? ഒക്കലെ ഡേഹോഫിനെ പറ്റി പഠിച്ചേക്കണം, അവരുടെ പുസ്തകം പഠിച്ചേക്കണം, ഡേറ്റാബേസ് പഠിച്ചേക്കണം, PIR. ദെൻ പോളിൻ ഹോഗ്വെഗ് പഠിച്ചേക്കണം, ബയോ ഇൻഫോർമാറ്റിക്സ് ടേം യൂസ് ചെയ്ത ആള്. കഴിഞ്ഞു. 1. 2 ഡാറ്റാബേസുകൾ പഠിച്ചേക്കണം. ഡാറ്റാബേസുകൾ പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിയോടൈഡ്. പ്രോട്ടീൻ യൂണിപ്രോട്ട്, സ്വിസ് പ്രോട്ട്, പിന്നെ PDB സ്ട്രക്ചറലാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ PIR എല്ലാം വരും. ബാക്കിയൊക്കെ നിങ്ങൾ ഓർക്കുക, TREMBL ഒക്കെ വരും. ന്യൂക്ലിയോടൈഡ് ജെൻബാങ്ക്, പിന്നെ നമ്മുടെ EMBL, പിന്നെ ആരായിരുന്നു? DDBJ. ഓക്കെ, 3 എണ്ണം. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ സീക്വൻസ് റിട്രൈവൽ സിസ്റ്റം, അത് രണ്ടും പഠിച്ചേക്കണം അല്ലെ? എൻട്രീസും നമ്മളുടെ സീക്വൻസ് റിട്രൈവൽ ടൂളും രണ്ടും പഠിച്ചേക്കണം കേട്ടോ. NCBIയുടെയും നമ്മുടെ യൂറോപ്യൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടും പഠിച്ചേക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് സീക്വൻസ് അലൈൻമെന്റ് ടൂളുകളാണ്. അത് ക്ലസ്റ്ററിൽ വരും. ഇഷ്ടംപോലെ ഉണ്ട്, ക്ലസ്റ്ററിലാണ് ചോദിക്കാറ്. ഇമ്പോർട്ടന്റ് നമുക്കുള്ളതും ക്ലസ്റ്ററിലാണ്.
പിന്നെ സീക്വൻസ് അലൈൻമെന്റ് സെർച്ച് ടൂൾ ഉണ്ട്, അത് ബ്ലാസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. ഇത്രയും പഠിച്ചാൽ നമുക്ക് അവിടെ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത്രയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. വേറെയും ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുക. ഇത് നന്നായിട്ട് തറവായിട്ട് ഇത് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.